നമുക്ക് നല്ല കണ്ണാടി പോലെ മിനുങ്ങുന്ന പാതകൾ വേണം. അതിനാണ് ഭൂമി ഏറ്റെടുത്ത് നല്ല കോടികൾ എണ്ണിക്കൊടുത്ത ഭൂമി അടക്കം 25% മുടക്കി കേരളം ഏറ്റെടുത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇനി പോകേണ്ടത് മലപ്പുറത്തേക്കാണ്. കൂരിയാടാണ് ഈ പ്രശ്നത്തിന്റെ ഒരു പ്രഭവ കേന്ദ്രമായി ഇപ്പോൾ നിൽക്കുന്നത്. ഗുഡ് ഈവനിംഗ് മുബഷിർ പി അക്ബർ. കൂരിയാട്ടേക്ക് പ്രതിനിധി സംഘം എത്തുന്നതും പരിശോധന നടത്തുന്നതും നമ്മൾ കണ്ടിരുന്നു. നാളെയാണ് ഹൈക്കോടതിയിൽ NHAI ഇക്കാര്യങ്ങളിൽ വിശദീകരണം നൽകേണ്ടത്. ആദ്യ പരിശോധനകളിൽ തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടോ വന്ന NHAIയുടെ പ്രത്യേക സംഘത്തിന്? ഗുഡ് ഈവനിംഗ് സുജയ പാർവതി. NHAI നിയോഗിച്ച വിദഗ്ധ സംഘം കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു മേഖലയിൽ പരിശോധന നടത്തിയിരുന്നത്. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞ് സ്വാഭാവികമായിട്ടും മഴയൊക്കെ തന്നെ കനത്തൊരു സാഹചര്യത്തിൽ ഈ ദേശീയപാതയ്ക്ക് താഴെയുള്ള മണ്ണ് തെന്നി നീങ്ങിയതാവാം അപകടത്തിന് കാരണമെന്ന പ്രാഥമിക നിഗമനത്തിലേക്കായിരുന്നു വിദഗ്ധ സംഘം എത്തിയിരുന്നത്. സ്വാഭാവികമായിട്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടെയാണ് ഇപ്പോൾ ഈ കരാർ കമ്പനിയെ ഡീബാർ ചെയ്തുകൊണ്ടുള്ള നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിൽ നിരവധി അവ്യക്തതകൾ നിലവിലെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. അവർ തന്നെ ഡീബാർ ചെയ്തൊരു സാഹചര്യത്തിൽ നിലവിലെ നിർമ്മാണം അവർ നടത്തുമോ, അല്ലെങ്കിൽ ഇനി ടെൻഡറൊക്കെ തന്നെ വിളിക്കാനുള്ളൊരു സാങ്കേതിക തടസ്സം മാത്രമാണോ ഡീബാർ എന്ന ചോദ്യങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ഈ ഒരു മേഖലയിൽ ഒരു പാലം വേണമെന്നൊരാവശ്യം ആദ്യഘട്ടം മുതൽ തന്നെ ഉന്നയിക്കുന്നതാണ്. വയൽ പ്രദേശമായതുകൊണ്ട് തന്നെ ഇത്രയധികം ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ട് ദേശീയപാത നിർമ്മിക്കുമ്പോൾ ഇവിടെ അപകടമുണ്ടാകുമെന്ന് നാട്ടുകാർ ആദ്യഘട്ടം മുതൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഏറ്റവും ഒടുവിൽ ഒരു അപകടം ഉണ്ടാകേണ്ടി വന്നു. തലനാരിഴയ്ക്കാണ് കാർ യാത്രക്കാരൊക്കെ തന്നെ രക്ഷപ്പെട്ടത്. നമ്മളത് കണ്ടതാണ്. ആ ഒരു ഘട്ടത്തിൽ മാത്രമാണ് അധികൃതർ കണ്ണു തുറന്നത്. ഇപ്പോൾ സമാനമായിട്ടുള്ള ഒരു ആവശ്യം അവർ വീണ്ടും ഉന്നയിക്കുന്നുണ്ട്. പാലം മാത്രമാണ് പരിഹാരം, അല്ലേ? പാലം മാത്രമാണ് പരിഹാരം. ഈ അപകടങ്ങൾ കുറേ മുമ്പേ ചൂണ്ടിക്കാണിച്ചാണ്. അപ്പോൾ അതിൻ്റെ കൊണ്ടറിയെന്ന് പറഞ്ഞാലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഡീബാർ ചെയ്ത് ഞങ്ങൾ സ്വാഗതം ചെയ്യണം. പക്ഷേ ഇതിന് പാലം വെച്ചുകൊണ്ട് തന്നെ ഇത് പരിഹരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം, എല്ലാവരും ആവശ്യം. ഇതിന് അതെ, ഇതേ കൺസ്ട്രക്ഷൻ കമ്പനി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു പാലം ഉണ്ട് അവിടെ, KNRC പണി വെച്ചിട്ട് വലിയൊരു പാലം. ഈ പാലം അവർ കളക്ടറേറ്റ് മീറ്റിംഗ് ചെയ്ത സമയത്ത് പറഞ്ഞു ഞങ്ങളടുത്ത് തെറ്റുപറ്റിപ്പോയതാണ്, ഞങ്ങളെ എഞ്ചിനീയേഴ്സിൻ്റെ അടുത്ത് ആ ഒരു പാലം നിർമ്മിച്ച് തെറ്റുപറ്റിപ്പോയതാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ തെറ്റ് നിങ്ങളിപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഇവിടെ ഒരു വെള്ളം കയറുന്ന സമയത്ത് അങ്ങനെ ഒരു ഡീവേർഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ട്, നീവേഷൻ അവിടെ നടത്തുമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ വെള്ളം കയറത്തില്ല, ഇവിടെ ഒന്നും സംഭവിക്കില്ല, നിങ്ങൾക്ക് ഇതിൽ കൂടെ പോയിട്ട് വരാമെന്ന് അവർ ഉറപ്പ് തന്നാണ്. പക്ഷേ ഇങ്ങനെ സംഭവിച്ചു. ഇങ്ങനെ സംഭവിച്ചപ്പോൾ നിലവിൽ ആ പാലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കൺസ്ട്രക്ഷൻ വളരെ ഞങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അവിടെ ഭയങ്കര ട്രാഫിക്കാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ ഒരു ആവശ്യം മറ്റൊരു തരത്തിലുള്ള ഒരു വൺ വേ പാലം അവിടെ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഈ ട്രാഫിക് വൺ വേ സംവിധാനം സൂപ്പറായിട്ട് നടത്തി കൊണ്ടുപോകാൻ പറ്റും. ഞങ്ങൾ സാധാരണ ജനങ്ങൾ ഈ പ്രശ്നം ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് ഉന്നയിച്ചിട്ട് പോലും അവർ ഞങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ. സുജയ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ജർമ്മൻ ടെക്നോളജിയൊക്കെ എന്തൊക്കെ തന്നെ അവകാശവാദം ഉന്നയിച്ച് നിർമ്മിച്ചെടുത്ത ഈ മതിലാണ്. അതിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ടും ഇങ്ങോട്ടേക്ക് താഴ്ന്ന് നിൽക്കുന്നുണ്ട്. ഏത് നിമിഷവും ഇങ്ങോട്ടേക്ക് തകർന്നു വീഴാമെന്ന സാഹചര്യത്തിലാണ്. ഏറെക്കുറെ ഈ ഭാഗം ചെറിയ വിള്ളലുകൾ ഉണ്ടായിരുന്ന ഈ ഭാഗം ഇപ്പോൾ വലിയ ഗർത്തങ്ങളായി രൂപപ്പെട്ടിരിക്കുന്നു. റോഡിൻ്റെ ഭാഗികമായി തന്നെ അത് താഴേക്ക് അടർന്നു വീഴുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ പല ഘട്ടങ്ങളിൽ നിർമ്മാണം നടന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞതാണ് നിരവധി ഓവുചാലുകൾ ഇവിടെ ഉണ്ടായിരുന്നു. കടലുണ്ടിപ്പുഴയിലേക്ക് വെള്ളം പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് തടഞ്ഞു നിർത്തിക്കൊണ്ട് നിർമ്മാണം നടത്തുമ്പോൾ മണ്ണിടിച്ചിലുണ്ടാകുന്ന ആദ്യഘട്ടം മുതൽ നിങ്ങൾ പറഞ്ഞിരുന്നു. ഏറ്റവും ഒടുവിൽ അപകടമുണ്ടായി. പ്രദേശവാസികൾ, പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകർ ഒക്കെ പറഞ്ഞത് അതൊക്കെ അവഗണിച്ചു. അതിന്റെ പ്രത്യാഘാതം എന്താണ് എന്നുള്ളത് വഴിയിൽ നമ്മളിപ്പോൾ കാണുകയാണ് എന്നതാണ് കൂരിയാട്ടെ കാഴ്ച.